തിരുനാവായയിലുണ്ടായ അടിപിടിയിൽ ഉൾപ്പെട്ട പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തിരൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട യുവാക്കൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ മുങ്ങുകയും പിന്നീട് കോടതിയിൽ ഹാജരാകുകയുമായിരുന്നു. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ ജയിലിലേക്ക് മാറ്റി. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ. തിരൂർ പോലീസ് സ്റ്റേഷനിൽ മുമ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികൾ തമ്മിലാണ് തിരുനാവായയിൽ വെച്ച് സംഘർഷമുണ്ടായത്. തുടർന്ന് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. വൈകുന്നേരങ്ങളിലും രാത്രിയിലും പൊതുജനങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുന്ന ഇത്തരക്കാരെ പിടികൂടുന്നതിന് പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചു. ഇതേ തുടർന്ന് പ്രതികൾ ഒളിവിൽ പോകുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ പ്രതികൾ കോടതിയിൽ സറണ്ടറായി. കോടതി പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്തു. തുടർന്നാണ് പ്രതികളെ തെളിവെടുപ്പിനായി തിരുനാവായയിൽ എത്തിച്ചത്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ ജയിലിലേക്ക് തന്നെ മാറ്റി. അടിപിടിയിൽ പരിക്കുപറ്റിയ ആളും സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. പ്രതികളായ തിരുനാവായ സ്വദേശികളായ കൊടക്കാട്ടുപറമ്പിൽ ഫൈസൽ, തിരുനാവായ സ്വദേശി എടക്കുളത്ത് പുത്തൻപുരയിൽ നിഷാദ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. സംഘർഷത്തിൽ പരിക്കുപറ്റിയ തിരുനാവായ സ്വദേശിയായ സജാദ് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടാണ് തെളിവെടുപ്പ് നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരായ രഞ്ജിത് ലാൽ, ഹബീർ എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു.